എല്ലാവർക്കും നമസ്കാരം. ഞാൻ നേരത്തെ RTO ട്രാഫിക് ചെല്ലാൻ ആപ്ലിക്കേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ആ വീഡിയോയ്ക്കകത്ത് 2 ഓഡിയോ ക്ലിപ്പുകൾ ഞാൻ കേൾപ്പിച്ചിരുന്നു. സമൂഹത്തിലെ കുറേ മാന്യന്മാർ പറഞ്ഞു, ഈ ഓഡിയോ ക്ലിപ്പെല്ലാം പഴയതാണ്, അത് അന്നത്തേതാണ്, ഇപ്പോൾ ഈ സംഭവം ഇവിടെയൊന്നും നടക്കുന്നില്ല, നിങ്ങൾ കുറേയും കൂടെ അപ്ഡേറ്റ് ആകണം. എൻ്റെ കയ്യിലെ കുഴപ്പമായി അന്നേരം. ഏതൊക്കെയാലും അപ്ഡേറ്റ് ആയതിൻ്റെ ഒരു ഗുണവും കൂടെ കൃത്യമായിട്ട് പറയാം. ഈ ജൂലൈ മാസം 28-ാം തീയതി പയ്യന്നൂരിൽ ഒരു വീട്ടമ്മയുടെ പേരിലേക്ക് ഇതുപോലെ ഒരു RTO ട്രാഫിക് ചെല്ലാൻ്റെ ആപ്ലിക്കേഷൻ വാട്സാപ്പിലേക്ക് വന്നു. എന്നതാണെന്നറിയാനുള്ള ഒരു കൗതുകത്തിന് ഈ വീട്ടമ്മ ഇതങ്ങ് തുറന്നു കഴിഞ്ഞപ്പോൾ വീട്ടമ്മയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 5.25 ലക്ഷം രൂപ നേരെ പോയി. 5.25 ലക്ഷം രൂപ. അത് രസമതല്ല, അക്കൗണ്ടിൽ മാത്രമല്ല, ഇവരുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ കിടന്ന പൈസയാണ് പോയത്. അപ്പോൾ ഇവർ ഈ വാട്സാപ്പിൽ വന്ന ആപ്ലിക്കേഷൻ ഓൺ ചെയ്തപ്പോൾ ഇവരുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ കിടന്ന 5.25 ലക്ഷം രൂപ പോയി. 5.25 ലക്ഷം രൂപ പോയെന്ന് മാത്രമല്ല, അതിൻ്റെ പുറകിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടായി. ഇവർ ഈ മെസ്സേജ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ, ചുമ്മാ ഒന്ന് തുറന്നു നോക്കിയതുകൊണ്ട് ഈ അബദ്ധം പറ്റിയത്, HDFC ബാങ്കിൻ്റെ പയ്യന്നൂർ ശാഖയിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് കിടന്ന പണമാണ് പോയത്. എന്ന് മാത്രമല്ല, ഇവരിതിനകത്തൂടെ എല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പം ഈ തട്ടിപ്പുകാർ ഇതിൻ്റെ നെറ്റ് ബാങ്കിങ്ങിലൂടെ കയറിയിട്ട് ക്രെഡിറ്റ് കാർഡ് നമ്പർ ഉപയോഗിച്ച് വീട്ടമ്മയുടെ പേരിൽ ലോണും എടുത്തു. നോക്കണേ, ഇതിലൂടെയൊക്കെ കയറി ചെയ്യാവുന്ന അത്ര സേഫ്റ്റിയാണ് നമ്മുടെ ബാങ്കിങ് മേഖലയിൽ നിന്ന്. ഓരോ ദിവസവും പുതിയ സംവിധാനങ്ങളും പരിഷ്കാരങ്ങളും ബാങ്കുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ICICI ബാങ്ക് കഴിഞ്ഞ ദിവസം മിനിമം ഏതാണ്ട് പുതിയ അക്കൗണ്ടൊക്കെ തുടങ്ങുന്ന ഒരു 50,000 രൂപ അതിനകത്ത് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂന്നായിട്ടുണ്ട്. പൈസ ബാങ്കിലിടാതെ മനുഷ്യന് ജീവിക്കാനും വരാം. ഗൂഗിൾ പേ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വരെ അഡീഷണൽ ചാർജും ഉണ്ട്. ബാങ്കിലിടണേ ഇത്രയും വേണം താനും. എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? അപ്പോൾ ഈ വീട്ടമ്മയുടെ നെറ്റ് ബാങ്കിലൂടെ കയറി ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ ഉപയോഗിച്ച് ഒരു ലോണും കൂടി എടുത്തു. ഞാനത് ഓർത്തു, 5.25 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി, അതിന് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല, എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാണ്, എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഇനി എടുത്തത് ഒരു 2 ലക്ഷം രൂപ ലോണാന്ന് വെച്ചോ. തട്ടിപ്പാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ബാങ്കുകാരൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള പേപ്പറെല്ലാം പൂരിപ്പിച്ച് അവൻ്റെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ ആ വീട്ടമ്മ എല്ലാ മാസവും കൃത്യമായിട്ട് EMI അടയ്ക്കണം. ഇനി EMI അടയ്ക്കുന്നതിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തെറിയുടെ പെരുന്നാൾ നടക്കും. ഇപ്പോൾ അറിയാമല്ലോ, ഒരുമാതിരിപ്പെട്ട ചെറിയ കമ്പനികളെല്ലാം, ഈ ഓൺലൈൻ ലോൺ കൊടുക്കുന്ന കമ്പനികളെല്ലാം ഗുണ്ടകളെ വിട്ടിരിക്കുക. ഗുണ്ടകളെന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ അത് ഈ SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിടുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അവരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കാമല്ലോ. ഈ കോതമംഗലം സൈഡിലൊക്കെ പല പ്രസ്ഥാനങ്ങളും ഉണ്ട്. ഫർണിച്ചറായിട്ടും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമായിട്ടാണ് ലോൺ കൊടുക്കുന്നത്. അതൊരു മറയാണ്. അതിൻ്റെ പുറകിൽ ആണ് ഈ ബ്ലേഡ് കൊടുക്കുന്നത്. പിരിക്കാൻ ചെല്ലുന്നത് വല്ലതും പറഞ്ഞാൽ ജാതിയുടെ പേര് കേസെടുക്കാൻ പറ്റുന്ന സംവിധാനമുള്ളവരെ വിടുന്നത്. അപ്പോൾ അവരോടൊന്നും മിണ്ടാനും പറ്റിയല്ല. പോരെയല്ല പെണ്ണുങ്ങളും അത്. അപ്പം വകുപ്പ് വരുമ്പം താന്ന ജാതിക്കാരെ കളിയാക്കിയെന്നും പെണ്ണുങ്ങളെ മാനഭംഗപ്പെടുത്തിയെന്നും അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് അപമര്യാദയായി പെരുമാറിയെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് വകുപ്പ് വരുന്നത്. ഇങ്ങനെയുള്ള പ്രസ്ഥാനമൊക്കെ നടത്തുന്നവർ ജനപ്രതിനിധികളാകാൻ ഒരു വയസ്സോടെ ശ്രമിക്കുന്നുമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അന്നേരം സ്വാഭാവികമായിട്ട് ഈ ഇങ്ങനെയുള്ള ലോണുകൾക്ക് പിരിവ് വരുമ്പോൾ, ഈയിടെ കണ്ടില്ലേ പത്തനംതിട്ടയിൽ ഒരു കുടുംബത്തിലെ 3 പേര്, ഒരാൾ മരിച്ചു, ബാക്കിയുള്ളവരുടെ അവസ്ഥ പുതിയ വാർത്തകളൊന്നും വന്നില്ല. അത് ഒരു ബാങ്കിൻ്റെ പേരിൽ 70,000 രൂപയുടെ പേരിലാണ്. ഇതിപ്പോൾ അതുകൂട്ട് ഏതായാലും ബാങ്കിൽ നിന്നായിരിക്കും ഇത് എടുത്തിരിക്കുന്നത്. ഇനി ആ വീട്ടമ്മയ്ക്ക് അതിനകത്ത് കുടിശ്ശിക വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ പറ്റുകയില്ല, വഴിയിലോട്ടിറങ്ങാൻ പറ്റുകയില്ല, തടഞ്ഞു നിർത്തും. ഈയിടെ കണ്ടല്ലോ ആലപ്പുഴയിൽ ഒരു വീട്ടിൽ നിന്ന് കൂലിപ്പണിക്ക് പോകുന്ന ഒരാളുടെ സൈക്കിൾ പിടിച്ചു വെച്ചു ഉമ്മാർ. ആരാ ചോദിക്കാനുള്ളത് ഇവിടെ? ആരാ ചോദിക്കാനുള്ളത്? അപ്പോൾ ഇതുകൂട്ട് ചെറുകിട ഫൈനാൻസുകാരൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സംവിധാനത്തിൽ നിന്ന് ഈ വീട്ടമ്മയുടെ നെറ്റ് ബാങ്കിലൂടെ കയറിയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു ലോണും കൂടി എടുത്തു. കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ എടുത്താൽ 4 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും. കൃത്യമല്ലാതെ തെറ്റിയെങ്കിൽ അതിൽ കൂടുതൽ അടയ്ക്കേണ്ടി വരും. ഇപ്പം നോക്കിക്കോണം, ഇതിനടി വന്ന് കമൻ്റ് ഇടുന്നവന്മാരെന്ന് പറഞ്ഞാൽ കറക്റ്റ് ബാങ്കിൻ്റെ ഗുണ്ടകളാണ്.
നമുക്കത് കൃത്യം അറിയാം. കറക്റ്റ് ബാങ്കിൻ്റെ ഗുണ്ടകളാണ്. ബാങ്കിനിപ്പം എല്ലാ മേഖലയിലും ജനത്തിനെ കൊള്ളയടിക്കുന്ന ഗുണ്ടകളുണ്ട്. പിരിക്കാൻ പോകുന്നവരും എടുത്തിട്ടല്ലേ ലോണ്, മേടിച്ചിട്ടല്ലേ ലോണ്, വെച്ചിട്ടല്ലേ ലോണ് എന്തൊക്കെ പറഞ്ഞു വന്ന് കമൻ്റ് ഇടും. ഈ കമൻ്റ് ഇടുന്നതൊന്നും ഇവിടുത്തെ സാധാരണ ആൾക്കാരൊന്നും അല്ല, ഈ ഗുണ്ടകളാണ് ഇതിന് വരുന്നത്. ഇവന്മാരായി പിരിക്കാനും പോകുന്നത്. ഈ പിരിക്കാൻ പോയിട്ട് വീട്ടുകാരെ തടഞ്ഞു വെക്കുന്നതും നാട്ടുകാരെ തടഞ്ഞു വെക്കുന്നതും എല്ലാം ഈ ഗുണ്ടകളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഫോണിലൂടെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് തോണ്ടുമ്പോൾ ഈ വാട്സാപ്പിൽ കൂടെ എന്നതെങ്കിലുമൊക്കെ വന്നാൽ അത് അക്കൗണ്ട് നമ്പരോ കാര്യങ്ങളോ ഒക്കെ ലിങ്കുള്ള നമ്പറുള്ള ഫോണാണെങ്കിൽ, അതുകൊണ്ട് വീട്ടുകാരോടെല്ലാം പറയട്ടെ, ഇത് ഈ ബാങ്കിലൊന്നും കൊടുക്കാത്ത നമ്പറുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്പർ കൂടി എടുത്തിട്ട് അതെടുത്തിട്ടിട്ട് വാട്സാപ്പൊക്കെ എടുക്കുക. അല്ലേ പ്രായമുള്ളവരുടെ എല്ലാം പൈസ പോവും. ഇതുപോലെ വന്നു കഴിയുമ്പം RTO ട്രാഫിക് ചെല്ലാൻ എന്നും പറഞ്ഞാൽ വരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകും, വണ്ടിയുള്ളവനല്ല ഇത് എവിടുന്നാണ് വന്നത്. ഒന്നാമത് ഈ MVD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിമ്പിളും ഒക്കെ ഉള്ളതുകൊണ്ട് അബദ്ധത്തിൽ തോണ്ടിപ്പോവും. അങ്ങനെ തോണ്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ പണി കിട്ടും. അങ്ങനെ പണി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ, പണ്ടൊക്കെ SB അക്കൗണ്ടിലോ കറണ്ട് അക്കൗണ്ടിലൊക്കെ കിടക്കുന്ന പൈസയെ പോകുള്ളായിരുന്നു. ഇപ്പോൾ ഇത് വന്ന് FDയിൽ ഫിക്സഡ് കിടക്കുന്നതും കൂടെ പോകുന്നുണ്ടെങ്കിൽ FD ഫിക്സഡ് ഇട്ടിട്ടാ കാര്യം. അതങ്ങനെ കയറി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ബാങ്കുകാരൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് എന്നതാ സേഫ്റ്റി? അത് മാത്രം പോട്ടെ, FD ഫിക്സഡ് കിടക്കുന്നത് പോയാൽ അത് പോട്ടെന്ന് വെക്കാം, ഈ ലോണും കൂടി എടുത്ത് വെച്ചാൽ എന്നാ കാണിക്കും? അപ്പോൾ അത് എത്രയായി? 5.25 കൂട്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ ആ വീട്ടുകാർക്ക് പോയി. അതുകൊണ്ട് ഇത് കൂടി വയ്യാവേലിയൊക്കെ വന്നാൽ ഇതൊക്കെ പഴയതാണ്, ഇതൊന്നും ഇപ്പോൾ ഇല്ല, ഇതൊന്നും അപ്ഡേഷൻ ഇല്ലാത്തതാണ്, ഇതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവന്മാർ ഈ തട്ടിപ്പിൻ്റെ ആൾക്കാരാണ്. അങ്ങനെയുള്ള മെസ്സേജ് വല്ലതും വന്നാൽ അവന്മാരെ എങ്ങനെയെങ്കിലും ട്രേസ് ചെയ്ത് പിടിച്ചാൽ ഇതിനകത്തുള്ള യഥാർത്ഥ പ്രതികളെ കിട്ടുമെന്നോ സംസ്ഥാനത്തെ പോലീസിനോടും ഇവിടുത്തെ പൊതുജനത്തോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.